നക്ഷത്രത്തിന് 5 മൂലകളാണുള്ളത്, 5 കോർണേഴ്സ്. 10 മൂലയുള്ള നക്ഷത്രം ഉണ്ടാക്കാറുണ്ട്. പഴയകാലത്ത് ഈ നക്ഷത്രം അളിവെച്ച് കെട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വൃത്തം കൂടി തീർത്ത് വെക്കാറുണ്ട്. കാരണം നക്ഷത്രം വലിച്ചിങ്ങനെ മുകളിലേക്ക് കയറ്റുമ്പോൾ ഈ പാട്ടവിളക്ക് ചരിഞ്ഞ് നക്ഷത്രം കത്താൻ പാടില്ല. അതുകൊണ്ട് അതിനകത്തൊരു വൃത്തം തീർത്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ വിളക്ക് വെക്കുന്നത്. അത് സസൂക്ഷ്മമാണ്. ഈ നക്ഷത്രം വലിച്ച് മുകളിലേക്ക് മാവിൻ്റെ ഉയരത്തിലോ തെങ്ങിൻ്റെ ഉയരത്തിലോ അതിങ്ങനെ നക്ഷത്രം കൊണ്ടുപോയി ആക്കി കൊടുക്കും. ഈ നക്ഷത്രം ഇങ്ങനെ ഉയർത്തുമ്പോൾ ഒരു വിരോധാഭാസമുണ്ട്. കാരണം രാത്രി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രത്തിന് 4 മൂലകളെ കാണാൻ സാധിക്കും. വിളക്കിരിക്കുന്നതിൻ്റെ താഴത്തെ വശം അപ്രത്യക്ഷമാവും, കാണാൻ പറ്റത്തില്ല. അപ്പോൾ 4 മൂലകൾ മാത്രം തെളിഞ്ഞു നിൽക്കും. ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ 5ാമത്തെ മൂല തെളിഞ്ഞില്ല, എന്തുകൊണ്ട് അവിടെ വെട്ടമില്ല? ആ നക്ഷത്രം എൻ്റെ ഒരു പ്രതിബിംബമാണ്. ഞാൻ ഈ ഒരു വലിയ ആഘോഷം നടത്തുമ്പോഴും എവിടെയോ എൻ്റെ ഉള്ളിൽ ഒരു ഇരുളറ, ഒരു ഇരുട്ടിൻ്റെ മറ, എവിടെയോ ഒന്ന് എന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയോ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു നൊമ്പരം കിടപ്പുണ്ട്. അതുകൂടെ മാറാതെ നക്ഷത്രത്തിൻ്റെ 5 മൂലകളും തെളിയില്ല. അത് മാറ്റാനുള്ള അവസരമാണ് മുൻപോട്ടുള്ള ഈ ഒരുക്ക ദിവസങ്ങൾ. ഏതെങ്കിലും കാരണവശാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഭാരപ്പെട്ട്, എന്തെങ്കിലും തടസ്സപ്പെട്ട്, എന്തെങ്കിലും ആഘോഷത്തിന് വിഘാതമായിട്ട്, ആത്മീയ ആഘോഷത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രാർത്ഥനയിലൂടെയും കുമ്പസാരത്തിലൂടെയും മാറ്റി വ്യക്തി ആകമാനം പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓൾ കോർണേഴ്സ്, എല്ലാ മൂലകളും പ്രകാശിതമാകും. അതാണ് ക്രിസ്മസിൻ്റെ ആവശ്യകത. ഞാൻ പ്രകാശിച്ചാലേ എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് ഈ പ്രകാശം പടരൂ എന്നൊരു ചിന്ത കൂടി ഈ ക്രിസ്മസ് അവസരത്തിൽ വെക്കുമ്പോഴാണ് നമ്മുടെ ആഘോഷം ശരിക്കും ഹാപ്പി ക്രിസ്മസ് ആകുന്നത്.